എല്ലാവർക്കും സ്വാഗതം. ഭാഗം 9 ഭാഗം 9. നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റിലേക്ക് കടക്കാം. എല്ലാവരും ചെയ്തിട്ടില്ലേ? സിമ്പിളായിട്ടുള്ള 3 കണക്കുകൾ. ആദ്യത്തത് ഏതായിരുന്നു? ബോർഡുമൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യത്തത് ഫൈൻഡ് ദി പവർ സെറ്റ് ഓഫ് 1, 2, 3. ഏതൊക്കെ പവർ സെറ്റ് ഓഫ് 1, 2, 3? പവർ സെറ്റിൽ ആദ്യം 5 പെടും, പിന്നെ അതേ സെറ്റ് പെടും. അപ്പോൾ 5, 1, 2, 3. പിന്നെ ഓരോന്ന് വെച്ചിട്ട് എടുക്കുമ്പോൾ 1, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, പിന്നെ സെറ്റ് 1, 2, 2, 3 ആൻഡ് 1, 3. അപ്പോൾ 8 മെമ്പേഴ്സ് ഉണ്ടാവും പവർ സെറ്റിൽ. 2 ക്യൂബ് 8 മെമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, എല്ലാവരും ശരിയാക്കിയിട്ടില്ലേ? സിമ്പിൾ കണക്കല്ലേ? അടുത്തത് രണ്ടാമത്തത്. If a set A has 6 elements, then number of P of A equal to dash. അതെന്താ? നമ്മുടെ ഒരു ഫോർമുലയിലെ m എലിമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് 2m എലിമെന്റ്സ് ഉണ്ടായിരിക്കും പവർ സെറ്റിലെ. അപ്പോൾ നമ്പർ ഓഫ് പി എ ഈക്വൽ ടു 2⁻6. എത്ര? 2⁻6? 64. ഓക്കെ, സിമ്പിൾ കണക്ക്. തേർഡ് വൺ ഏതാണ്? തേർഡ് വൺ 3 സെറ്റുകൾ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 1, 3, 5, ബി ഈക്വൽ ടു 2, 4, 6 ആൻഡ് സി ഈക്വൽ ടു 0, 2, 4, 6, 8. അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് 0 ഉണ്ട്. അതായത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റുകളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സെറ്റ്, സൂപ്പർ സെറ്റായി വരുന്ന ഒരു സെറ്റ്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. ഏതായിരിക്കും അത് സൂപ്പർ സെറ്റ്? നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാൻ പറ്റുമോ? കാരണം ഇവിടെ 0 ഉണ്ട്. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് എടുക്കണ്ട. ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു സെറ്റാണ് ഉണ്ടാക്കുക. അപ്പം അത് സൂപ്പർ സെറ്റായി. അതാണ് ഏറ്റവും എളുപ്പം. തന്നിരിക്കുന്ന സെറ്റുകളെ കൊണ്ട് ചേർത്ത് വെച്ചിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കിയ യൂണിവേഴ്സൽ സെറ്റാവും. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും യൂണിവേഴ്സൽ സെറ്റിനെ സൂചിപ്പിക്കാൻ ഒരു അക്ഷരമുണ്ട്. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് യു. ഒന്ന് നോക്കുക കേട്ടോ. യു ഈക്വൽസ് സെറ്റ്. ഇതിൻ്റെയൊക്കെ സൂപ്പർ സെറ്റായിട്ട് വരുന്ന ഒരു സെറ്റ് അങ്ങോട്ട് എടുക്കുക. 0 തൊട്ടിട്ട് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 10 കൂടി കിടന്നോട്ടെ. 10 അതിലില്ല, വേണമെന്നില്ല. പക്ഷെ ഒരു ചന്തം, ഒരു അവസാനം 10 പോലെ നിൽക്കട്ടെ. ഇതിനെയൊക്കെ അങ്ങോട്ട് കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഓരോ 1, 2 അംഗം കൂടി കൂടുതൽ എഴുതി ഒരു സൂപ്പർ സെറ്റായി. നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ പറ്റില്ല, കാരണം ഇതിൽ 0 ഉണ്ട്. അപ്പം അത് പറ്റില്ല. അപ്പം ഇങ്ങനെ ഒന്നുകൊണ്ട് ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് യു. മനസ്സിലായോ? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ടീച്ചർ ബോർഡും എഴുതിയിട്ടാണ് മുകളിൽ എഴുതിയിട്ടേക്കണത്? ഒന്ന് വായിച്ചേ. ഇൻ്റർവെൽസ്. എവിടെയാണ് നിങ്ങൾ ആ വാക്ക് കേട്ടേണേ? ഒന്നാമത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണല്ലോ തിയേറ്റർ. തിയേറ്ററിൽ ഒരു ഫിലിം കണ്ട് പകുതിയാകുമ്പോൾ അത് അവിടെ എഴുതി കാണിക്കും. ഇൻ്റർവെൽ, ഇടവേള, ഇൻ്റർമിഷൻ എന്നൊക്കെ എഴുതി കാണിക്കാറുണ്ട്. പിന്നെ എവിടെയാണ് കാണാറുള്ളത്? പിന്നെ നമ്മുടെ സ്കൂളിലെ ഇൻ്റർവെല്ലാവാൻ നമ്മൾ കാത്തിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? 10 തൊട്ട് 4 മണി വരെയുള്ള ആ ക്ലാസ് ടൈമിനെ 11:15 ഒരു ഇൻ്റർവെല്ലുണ്ട്.
നൂൺ ഇൻ്റർവെൽ 1 മണിക്കുണ്ട്, പിന്നെ 3:15 ഒരു ഇൻ്റർവെൽ ഉണ്ട്, പിന്നെ 4 മണിയായ സ്കൂൾ വിട്ടു. അത് 10th വരെ കേട്ടോ, +1 അങ്ങനെയല്ല. എന്തായാലും നിങ്ങൾ +1 കയറി സ്കൂൾ കണ്ടിട്ടില്ലല്ലോ, അപ്പം അത് പോട്ടെ. എന്താണ് ഇൻ്റർവെൽ? കണക്കിൽ അതും സെറ്റ് തിയറിയിൽ എന്താണ് ഇൻ്റർവെൽ? നമ്മുടെ അതായത് ഫിലിമിൻ്റെ ടൈമിനെ പകുതിയാക്കുന്നതാണ് അവിടെ കണ്ട ഇൻ്റർവെൽ. പിന്നെ ക്ലാസ് ടൈമിനെ പല കഷ്ണങ്ങളാക്കി വെക്കണതാണ് ഇൻ്റർവെൽ. അതുപോലെ നമ്മുടെ ലൈൻ ഉണ്ടല്ലോ, നമ്പർ ലൈൻ, മുകളിൽ എഴുതിയ നമ്പർ ലൈനെ പല കഷ്ണങ്ങളാക്കി ഭാഗിക്കുക. ആ ചെറിയ കഷ്ണങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻ്റർവെൽ. സെറ്റ് തിയറിയിൽ പറയുന്ന പേരാണ് ഇൻ്റർവെൽ. ഇങ്ങനെ ഇവിടെ ഒന്ന് കണ്ടോ, ഒരു കഷ്ണം, വേറെ കഷ്ണം ഇവിടെ. അങ്ങനെ നമ്പർ ലൈന് അവസാനമില്ല, 2 വശം ഇൻഫിനിറ്റ് നീണ്ടു പോവുകയാണ്, അതിന് അവസാനമില്ല. അപ്പോൾ അതിന് പല കഷ്ണങ്ങളായിട്ട് ഭാഗിക്കുക. പിന്നെ വേറെ കാര്യം നമുക്കറിയാം, നമ്പർ ലൈനും റിയൽ നമ്പർ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും തമ്മിൽ നല്ല ഒരു 1:1 കറസ്പോണ്ടൻസ് ഉണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്പർ ലൈനിലുള്ള ഓരോ പോയിന്റുകളാണ് നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലെ ഓരോ അംഗങ്ങളും. ഒരു റിയൽ നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ ലൈനിലെ അവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. ഏത് റിയൽ നമ്പറിനും അവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ നമ്പർ ലൈനിൻ്റെ കഷ്ണങ്ങളാണ്, തുണ്ടുകളാണ് ഞാൻ പറഞ്ഞു ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞു. അതുപോലെ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകളാണ് ഇൻ്റർവെൽസ്. അങ്ങനെയും പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും നമ്പർ ലൈൻസും ഒന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിനെ നമുക്ക് കാണുന്ന രീതിയിൽ വയ്ക്കുന്നതാണ് നമ്പർ ലൈൻ, അതിൽ ഓരോ പോയിന്റ്സും. അപ്പോൾ നമ്പർ ലൈനിൻ്റെ കഷ്ണങ്ങളാണ് ഇൻ്റർവെൽ എങ്കിൽ റിയൽ നമ്പേഴ്സിൻ്റെ എന്ന സെറ്റിൻ്റെ സബ്സെറ്റാണ് ഇൻ്റർവെൽസ്. ഇനി ഇതൊന്നും മനസ്സിലായെങ്കിൽ വേണ്ട, നമ്മുടെ നമ്പർ ലൈനെ ചെറിയ കഷ്ണങ്ങളാക്കുന്നു എന്ന് വിചാരിക്കാം. ഇത് ടഫായിട്ട് വരുന്നുണ്ടോ? ഒരു വിഷമില്ലാത്ത ഭാഗമാണ് കേട്ടോ, പേരൊക്കെ പറയുന്നു മാത്രം, ഇൻ്റർവെൽസ് എന്നൊക്കെ. നമുക്ക് ഇനി ഇതിലേക്ക് കിടക്കാം. 4 തരം ഇൻ്റർവെൽസ് ഉണ്ട്. 4 തരം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇൻ്റർവെൽസിനെ പറ്റി കൂടുതൽ മനസ്സിലാവും. 4 തരം ഇൻ്റർവെൽ ഉണ്ട്. ഒന്നാമത്തെ ഇൻ്റർവെല്ലാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഓപ്പൺ ഇൻ്റർവെൽ. ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുറിക്കില്ലേ, നമ്പർ ലൈനിൽ ഇങ്ങനെ മുറിക്കില്ലേ, ആ മുറിക്കുമ്പോൾ ആ മുറിക്കുന്ന ഭാഗത്തെ 2 അംഗങ്ങൾ ഇവിടെ ഉദാഹരണമായിട്ട് -3 2 എന്ന ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്പർ ലൈനിനെ മുറിക്കുന്നതെങ്കിൽ ആ -3 ഉൾപ്പെടില്ല, 2 ഉൾപ്പെടില്ല. അങ്ങനെ മുറിക്കുക. നമ്പർ ലൈൻ 0, ഒരു വശത്ത് നെഗറ്റീവ് സംഖ്യകൾ, ഒരു വശത്ത് പോസിറ്റീവ് സംഖ്യകൾ, അതിൽ -3ഉം 2ഉം എന്ന് കണ്ടാൽ ഇങ്ങനെ, ഇതിനെയാണ് ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയുക. അതെന്താന്ന് വെച്ചാൽ ആ മുറിക്കുന്ന ഭാഗത്ത് -3ഉം അതുപോലെ 2ഉം ഉൾപ്പെടില്ല. -3 2ൽ വെച്ചിട്ടാണ് മുറിക്കുന്നതെങ്കിൽ -3ഉം 2ഉം ഉൾപ്പെടില്ല. ബാക്കി അതിൻ്റെ ഇടയിലുള്ള എല്ലാ സംഖ്യകളും ഉൾപ്പെടും. അതാണ് ഓപ്പൺ ഇൻ്റർവെൽ. നോക്കൂ, അതിലിടുന്ന ചിഹ്നമാണ് ഇങ്ങനെ സിമ്പിൾ ബ്രാക്കറ്റ്. ഇങ്ങനെ ഇടും, ഇങ്ങനെ സിമ്പിൾ ബ്രാക്കറ്റ്. ഓപ്പൺ ഇൻ്റർവെൽ. ഇതിൽ -3ഉം 2ഉം ഉൾപ്പെടില്ല എന്ന് കാണിക്കാൻ അവിടെ ബ്ലാങ്ക് ആയിട്ട് 2 വട്ടങ്ങൾ വയ്ക്കുക. ആ നമ്പർ ലൈനിൻ്റെ ഒരു ചെറിയ കഷ്ണം, അത്രയേ ഉള്ളൂ.
കേക്കിൻ്റെ കഷ്ണം എന്നൊക്കെ പറയണ പോലെ അതിൻ്റെ ഒരു കഷ്ണം. -3 2. അവിടെ വട്ടം വരയ്ക്കുക, ബ്ലാങ്ക് ആയിട്ടില്ല. ഇനി അത് എഴുതിയേക്ക് നോക്കിയ സെറ്റ് ബിൽഡർ ഫോമില് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. -3നും 2നും ഇടയിലുള്ള പോയിന്റ്സ്. -3നും 2നും ഇടയിലുള്ള പോയിന്റ്സ്. മനസ്സിലായോ? അപ്പോൾ ഓപ്പൺ ഇൻ്റർവെലിൻ്റെ ഇങ്ങനത്തെ ബ്രാക്കറ്റ്, സിമ്പിൾ ബ്രാക്കറ്റ്, അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മുറിക്കുന്ന 2 വശത്ത് കഷ്ണങ്ങളാക്കില്ലേ, ആ മുറിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുറിക്കുന്ന മുറിയുള്ള ആ പോയിന്റ് ഉൾപ്പെടില്ല. അത് തൊട്ടേ അതിന് ശേഷം ഉൾപ്പെടുള്ളൂ. അതുപോലെ ലാസ്റ്റും ഉൾപ്പെടില്ല. അതാണ് അവിടെ എഴുതിയത്. ഇനി ഇതാണ് അപ്പോൾ ആദ്യത്തത് ഓപ്പൺ ഇൻ്റർവെൽ. അപ്പോൾ ഇൻ്റർവെല്ലുകൾ 4 തരമുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഓപ്പൺ ഇൻ്റർവെൽ. അതിന് ഉദാഹരണമാണ് ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് അത് സൂചിപ്പിക്കുക. ഇനി ക്ലോസ്ഡ് പറയുമ്പോൾ ഓപ്പൺ കൂടുതൽ മനസ്സിലാവും. അടുത്തത് ക്ലോസ്ഡ് ഇൻ്റർവെൽ. അതിനിട്ടേക്കുന്നത് നോക്കിയേ, -3 2 തന്നെയാണ് മുറിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റ് ശ്രദ്ധിക്കുക. സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടോ, ഇതും തമ്മിലുള്ള വ്യത്യാസം, ബ്രാക്കറ്റ് സ്ക്വയർ ആണ്. പിന്നെ അപ്പോൾ പ്രത്യേകത, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ -3 ഉൾപ്പെടും. ഇവിടെ -3 ഉൾപ്പെടുന്നില്ല. ലെസ് ദാൻ എക്സ്, ഇവിടെ ഈക്വൽ ടു എക്സ്. വ്യത്യാസം മനസ്സിലായോ? ഇനി 2 ഓപ്പൺ ആണെങ്കിൽ 2 ഉൾപ്പെടില്ല. ഇവിടെ 2 ഉൾപ്പെടും എന്നതിനെ കണ്ടോ, ഈക്വൽ ടു. അതുപോലെ തന്നെ ഓപ്പണും ക്ലോസ്ഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ഓപ്പൺ ആണെങ്കിൽ അവിടെ ബ്ലാങ്ക് ആക്കി എഴുതിയെങ്കിൽ, ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ ആ കഷ്ണത്തിൻ്റെ അവിടെ കറുപ്പിക്കുക, ബ്ലാക്ക് ആയിട്ട് അവിടെ ബ്ലാക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മെഷീൻ കൊണ്ട് അത് കറുപ്പിക്കുക. ഇവിടെ ബ്ലാങ്ക് ആണെങ്കിൽ ഇവിടെ ബ്ലാക്ക് ആണ്, അവിടെ കറുപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ വ്യത്യാസമാണ് ഓപ്പണും ക്ലോസും തമ്മിൽ? ഓപ്പൺ ആണെങ്കിൽ സിമ്പിൾ ബ്രാക്കറ്റ്, അതുപോലെ ലെസ് ദാൻ ഈക്വൽ ടു വേണ്ട. ഒപ്പം തന്നെ ഈ ഇതിനെ നമ്പർ ലൈനിനെ ആ അറ്റങ്ങൾ മുറിക്കുന്ന സ്ഥലത്ത് വട്ടം വരച്ച് വയ്ക്കുക. അത് കടിപ്പിക്കണ്ടാവുന്നർത്ഥം, ബ്ലാങ്ക് ആക്കിയിട്ട് ഒഴിഞ്ഞു കിടക്കുക. അടുത്തത് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെങ്കിലോ സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽ ടു വേണം, ഈക്വൽ ടു വേണം. പിന്നെ മുറിക്കുന്ന സ്ഥലത്ത് ആ പോയിന്റ് കടിപ്പിക്കുക, ബ്ലാക്ക് എന്താ മെഷീൻ അതുകൊണ്ട് കടിപ്പിക്കുക. അതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. മറ്റത് ഓപ്പൺ ഇൻ്റർവെൽ. ഇനി അതിനൊരു സിംബോളിക് റെപ്രസെൻറ്റേഷനായിട്ട് AB എന്ന് കൊടുത്തിട്ടുണ്ട്. AB ഇത് എന്ത് ഇൻ്റർവെല്ല? AB ഇൻ്റർവെല് ഓപ്പൺ ഇൻ്റർവെൽ, സിമ്പിൾ ബ്രാക്കറ്റ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ആർ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയത് കണ്ടോ, A ലെസ് ദാൻ എക്സ് ലെസ് ദാൻ B. പിന്നെ ഈ ബ്ലാങ്ക് അവിടെ ബ്ലാങ്ക് ആയിട്ട് എഴുതും, പട്ടത്തിൽ ക്ലോസ് ഉള്ളത് ഓപ്പൺ. ഇനി ഒരു AB കണ്ടോ, ഇവിടെ ഒരു AB, എയും ബിയിലും വെച്ചിട്ടാണ് നമ്മുടെ നമ്പർ ലൈനെ മുറിക്കുന്നത്. അപ്പോൾ ഇത് സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചേക്കണു. ഇത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. അപ്പോൾ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു വെച്ചേക്കണുണ്ടോ, ഇവിടെ ഈക്വൽ ടു ഇല്ല. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. പിന്നെ AD BD അറ്റത്ത് എന്താ ചെയ്തിരിക്കണേ, കടിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ, ഇതാണ് ഓപ്പൺ ഇൻ്റർവെൽ. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ
നമ്പർ ലൈനിൻ്റെ കഷ്ണങ്ങളാണ് ഇൻ്റർവെൽസ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ സ്മോൾ, അതായത് സബ്സെറ്റുകളാണ് ഇൻ്റർവെൽസ്. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ എഴുതുക നമുക്ക്. ഭാഗം 9 ഇൻ്റർവെൽസ് എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് എഴുതുക the subset of, എഴുതിക്കോളൂ, the subset of real numbers. The subset of real numbers is called intervals. The subset of real number set is called intervals. ഒരു point. There are 4 types of intervals. 4 types of intervals. There are 4 types of intervals. 1. Open interval. ഇത് എഴുതുക. പിന്നെ 2 ക്ലോസ് interval. ഇത് പകർത്തി വയ്ക്കുക കേട്ടോ. ബോർഡിമത്തെ എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? അപ്പോൾ 2 ഇൻ്റർവെൽ കഴിഞ്ഞു, ഓപ്പൺ ഇൻ്റർവെല്ലും കഴിഞ്ഞു, ക്ലോസ്ഡ് ഇൻ്റർവെല്ലും കഴിഞ്ഞു. അടുത്തായിട്ട് ഇത് രണ്ടും ചേർന്നുള്ള മിക്സ്ചറായിട്ടുള്ള ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഓപ്പൺ ക്ലോസ്ഡ്. അപ്പോൾ ഓപ്പണിന് സിമ്പിൾ ബ്രാക്കറ്റ് ഉപയോഗിക്കുക, ക്ലോസ്ഡ് എന്നുള്ളടത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ. ഇനി സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ, എ ഉൾപ്പെടാൻ പാടില്ലല്ലോ ഓപ്പൺ ആയതുകൊണ്ട്. അപ്പോൾ ഈക്വൽ ടു ഇല്ല, ബിയുടെ അവിടെ ഈക്വൽ ടു ഉണ്ട്. ഇനി അതിൻ്റെ തന്നെ നമ്പർ ലൈൻ വരച്ചപ്പോൾ എ ഉൾപ്പെടില്ല, ബി ഉൾപ്പെടും. ബി ഉൾപ്പെടും എങ്കിൽ അവിടെ കറുപ്പിക്കുക, മറ്റൊടുത്ത് ബ്ലാങ്ക് ആക്കി നിർത്തുക. ഒരു വശത്ത് ഓപ്പൺ, മറ്റേ വശത്ത് ക്ലോസ്ഡ്. ഇത്രയുള്ളോ. ഇനി അതിനൊരു സംഖ്യാപരമായിട്ടുള്ളൊരു കണക്ക് കൊടുക്കുക. -2 3. നിങ്ങളൊന്ന് പറഞ്ഞേ, -2 ഉൾപ്പെടുമോ? ഉൾപ്പെടില്ല. അപ്പം ഈക്വൽ ടു ഇല്ല. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആയതുകൊണ്ട് 3 ഉൾപ്പെടുമോ? 3 ഉൾപ്പെടും. അപ്പോൾ ഈക്വൽ ടു വേണം. ചിത്രരൂപത്തിലാണെങ്കിൽ അവിടെ -2 ബ്ലാങ്ക് ആയി കിടക്കുന്നു, 3 കടിപ്പിച്ചും എടുക്കുന്നു. സിമ്പിൾ. ഇത്രയല്ലേ ഉള്ളൂ. ഇനി അപ്പോൾ ഈ ഓപ്പൺ ക്ലോസ്ഡ് മനസ്സിലായോ? മനസ്സിലായി. ഇനി തിരിച്ച് ക്ലോസ്ഡ് ഓപ്പൺ. അടുത്തത് ഏതാണ്? ക്ലോസ്ഡ് ഓപ്പൺ. അതെങ്ങനെയാണ്? ആദ്യത്തത് എയുടെ അവിടെ എ ക്ലോസ്ഡ് ആണ്. എ ക്ലോസ്ഡ് ആണെങ്കിൽ അതിനുപയോഗിക്കുന്ന ചിഹ്നം, അതിൻ്റെ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ്. ബി ഉൾപ്പെടില്ല, ഓപ്പൺ ആണ്, അപ്പോൾ സിമ്പിൾ ബ്രാക്കറ്റ്. പിന്നെ എ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ഇവിടെ ഈക്വൽ ടു വേണം, ഉൾപ്പെടും. എ ഉൾപ്പെടും, ബി ഉൾപ്പെടില്ല, അപ്പോൾ ഈക്വൽ ടു വേണ്ട. ചിത്രരൂപം എ ഉൾപ്പെടും, ബ്ലാക്ക്. ബി ഉൾപ്പെടില്ല, ബ്ലാങ്ക്. മനസ്സിലായില്ല? അത്രയുള്ളൂ. ഇനി ഒരു കണക്ക് ഇതിൻ്റെ തന്നെ പോലെ ഒരു നമ്പർ ഇട്ട് ചെയ്യുമ്പോൾ -2 3 എങ്ങനെ എഴുതാ? -2 ഉൾപ്പെടും, അപ്പോൾ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു. 3 ഉൾപ്പെടില്ല, അപ്പോൾ ബ്രാക്കറ്റ് അല്ല ഈക്വൽ ടു വേണ്ട. അതിനുപയോഗിച്ചത് ഓപ്പണിൻ്റെ ബ്രാക്കറ്റാണ്, അതായത് സിമ്പിൾ ബ്രാക്കറ്റ്. ഇതിൻ്റെ ഫിഗർ നോക്കുക. -2 മറ്റത് 3. -2
ഘടിപ്പിച്ചേക്കണു, മറ്റത് ഇതായിട്ട് ബ്ലാങ്ക് ആക്കിയിട്ട് വെച്ചിരിക്കും. അങ്ങനെ 4 ഇൻ്റർവെൽ നമ്മൾ പഠിച്ചു. ഒന്ന് ഓപ്പൺ ഇൻ്റർവെൽ, 2 ക്ലോസ്ഡ് ഇൻ്റർവെൽ, മൂന്നാമത് നമ്മൾ പഠിച്ചത് ഓപ്പൺ ക്ലോസ്ഡ്, അടുത്ത് പഠിച്ചത് ക്ലോസ്ഡ് ഓപ്പൺ. എല്ലാതും മനസ്സിലായോ? ഇനി ഈ ഫിഗർ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്പർ ലൈൻ്റെ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിൻ്റെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാണ് ഇൻ്റർവെൽസ്, സബ്സെറ്റുകളാണ് ഇൻ്റർവെൽസ്. അത് റിയൽ നമ്പേഴ്സിന് മാത്രം പറയുമ്പോൾ അതിന് പ്രത്യേക പേരിട്ടേക്കാണ് ഇൻ്റർവെൽസ് എന്ന്. അതായത് ഞാൻ പറഞ്ഞു റിയൽ നമ്പേഴ്സും നമ്പർ ലൈനായിട്ട് ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. വിവിധ രൂപങ്ങളാണ്, എത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വലിയൊരു നമ്പർ ലൈൻ അവസാനമില്ലാതെ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇട്ടിട്ട് ഇവിടം വരെ ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഇടാം. ഇനി ഇവിടെ 0 എന്തെങ്കിലും ആവട്ടെ, 1 2 3 അങ്ങനെ പോകുന്നു. ഇത്തരം ബ്രാക്കറ്റ് ഇടാം, ഇത്തരം ബ്രാക്കറ്റ്, ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഇടാം. പിന്നെ എന്ത് ചെയ്യുക, ഇങ്ങനത്തെയും ബ്രാക്കറ്റ് ഇടാം. പിന്നെ തിരിച്ചുള്ളതും ഇടാം. ഇവിടെ ഇങ്ങനത്തെ ക്ലോസ്ഡ് ഓപ്പൺ. ശരിക്കും പറഞ്ഞാൽ ടീച്ചർ വരച്ചിരിക്കുന്ന ഈ കഷ്ണങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ നമ്പർ ലൈനിൻ്റെ തുണ്ടുകളാ, കഷ്ണങ്ങളാ. അതിനങ്ങനെ സെപ്പറേറ്റ് കഷ്ണം എടുത്ത് വെച്ചു എന്നുള്ളോട്ടാ. വലിയ നമ്പർ ലൈനിൻ്റെ ഒരു കഷ്ണങ്ങൾ ഇങ്ങനെ ഇവിടെ എടുത്ത് വെച്ചു എന്നുള്ളത്. ഇങ്ങനെ കഷ്ണങ്ങൾ ഉണ്ടാക്കിക്കൂടെ? ഇത് എന്ത് ഇൻ്റർവെല്ലാണ് വയ്ക്കുക? ഇത് ഓപ്പൺ. ഇതെന്ത് ഇൻ്റർവെല്ലാ? ക്ലോസ്ഡ്. ആ കഷ്ണങ്ങൾ എടുത്ത് വെച്ചു. ഇനി ഇതോ, ഇതേത് ഇൻ്റർവെല്ലാ? ഇത് ഓപ്പൺ ക്ലോസ്ഡ്. ഇതാണെങ്കിൽ ക്ലോസ്ഡ് ഓപ്പൺ. ഒരേ സംഖ്യ മാത്രമേ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കോൾഡ് ഇൻ്റർവെൽസ്. മനസ്സിലായോ? അപ്പോൾ ഈ ബാക്കി 3 4 എഴുതിയെടുക്കുക കേട്ടോ. ഈ എക്സാമ്പിൾ എഴുതിയെടുക്കുക. ഇത് 4ാമത്തെ എഴുതിയെടുക്കട്ടെ. ഏതാനും പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ കുറേ കൂടി ഇൻ്റർവെല്ല് മനസ്സിലാവും. ടീച്ചർ ബോർഡിന്മേൽ എഴുതിയിട്ടിട്ടുണ്ട്. ആദ്യം എന്താ എഴുതിയേ? റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇൻ്റർവെൽസ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പരീക്ഷിച്ച് വരിക. റൈറ്റ് ദ ക്വസ്റ്റ്യൻ 1. Set x such that x belongs to R. R എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ റിയൽ നമ്പേഴ്സ്. R -12 ലെസ് ദാൻ x ലെസ് ദാൻ -10. ഇതാണ് തന്നിരിക്കണേ. ഇതാണ് എഴുതേണ്ടത്. ടീച്ചർ ബോർഡ് ഉത്തരം എഴുതിയിട്ടിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് അത് എഴുതാൻ അറിയണം. സിമ്പിളല്ലേ? ഇവിടെ എന്താ ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് എന്ത് ഇൻ്റർവെലാണ്? ഓപ്പൺ ഇൻ്റർവെൽ. എഴുതി. ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഇടണമെന്ന് മാത്രമുള്ള വെറും ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ കണക്ക് പോലെയാണ്. അപ്പോൾ -12 -10. മനസ്സിലായോ? ഏത് ഇൻ്റർവെലാണ്? ഓപ്പൺ ഇൻ്റർവെൽ. അപ്പം ഇങ്ങനെ തരും. ഇങ്ങനെ തന്നിട്ട് ഇത് എഴുതാൻ 1 മാർക്കിനെങ്ങനും ക്വസ്റ്റ്യൻ വരാം. അടുത്തത് 2ാമത്തെ കണക്ക്. ഇതെങ്ങനെ തന്നിട്ടുണ്ട്? ഇവിടുത്തെ ഇത് നോക്കുക. ഈക്വൽ ടു ഉണ്ടോ നോക്കുക. ഈക്വൽ ടു ഉണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആണെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റാണ്. ഇപ്പുറത്ത് ഈക്വൽ ടു ഇല്ല, അപ്പോൾ അത് ഓപ്പൺ ആണ്. അപ്പോൾ അവിടെ ഓപ്പൺ ബ്രാക്കറ്റ് കിട്ടും. കണ്ടോ? ഈ രൂപം തന്നിട്ട് അതിലെഴുതാനാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? എഴുതിത്തോളൂ. റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇൻ്റർവെൽസ്.
ഇത് എഴുതുക, ഇതിൻ്റെ ഉത്തരം എഴുതുക. 1, 2 കണക്കുകൾ എഴുതിയിരിക്കുക. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ഇന്റർവൽ ഇട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനായിട്ട് ഈ രൂപത്തിൽ തന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ എഴുതാൻ തിരിച്ചും മറിച്ചും. അപ്പോൾ അടുത്തത് റൈറ്റ് ഇന്റർവെൽസ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഒന്നാമത്തെ കണക്ക് 2. എന്താണ് ഒന്നാമത്തെ കണക്ക്? 6, 12. ബ്രാക്കറ്റ് ശ്രദ്ധിക്കുക, ക്ലോസ്ഡ് ആണ്. അതായത് അതിൽ ഉൾപ്പെടുന്ന കേസാണ്, സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. അപ്പൊ എന്ത് എഴുതി ടീച്ചർ? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും, ഇതാണ് ഉത്തരം. അപ്പോൾ ഇവിടെ എന്ത് വെക്കണം? ഈക്വൽ ടു. കണ്ടോ? ഈക്വൽ ടു കൂടി വെക്കണം. ഇത് തന്നിട്ടില്ല, ഇതാണ് ക്വസ്റ്റ്യൻ. ബ്രാക്കറ്റ് ഇട്ടിട്ട് 2 അക്കങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ ഈ രൂപത്തിൽ എഴുതുക. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയാം. ഇതിനെ പറയാന്നല്ല, ആണ്. -3, 0. അപ്പൊ എന്താ വരിക? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. -3 x. നോക്കൂ, ഈ 0 ഏത് ബ്രാക്കറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്? 0ന്റെ അവിടെയുള്ള ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. അതുകൊണ്ട് എന്ത് വെച്ചേക്കണു? ഈക്വൽ ടു വച്ചിരിക്കുന്നു. മനസ്സിലായോ? നന്നായി നോക്കുക. ഒന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തിയേക്കണേ നോക്കുക. ഇതില് 6, 12. 6ന് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഇവിടെ സ്ക്വയർ അല്ല, സോറി, സ്ക്വയർ അല്ല, സ്ക്വയർ ആണ്. ഇതും സ്ക്വയർ ബ്രാക്കറ്റ്, ഇതും സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ രണ്ടിടത്തും ഈക്വൽ ടു. ഇതില് ഇത് സിമ്പിൾ ബ്രാക്കറ്റ് ആണ്, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഈക്വൽ ടു വേണ്ട, ഇവിടെ ഈക്വൽ ടു വേണം. അത്ര വ്യത്യാസം. ഈ 4 കണക്കുകളും എഴുതിയെടുക്കുക. ഇപ്പോൾ ഇന്റർവെൽസ് എന്താണെന്ന് മനസ്സിലായി. നമ്മുടെ നമ്പർ ലൈനിൻ്റെ കഷ്ണങ്ങളാണ് ഇന്റർവെൽസ്. അതിൻ്റെ സബ്സെറ്റാണ്, റിയൽ നമ്പേഴ്സിൻ്റെ ചെറിയ ചെറിയ സെറ്റുകളാണ് ഇന്റർവെൽസ്. ഇത്രയും കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. അതുപോലെ 4 തരം ഇന്റർവെൽ ഉണ്ട്. ഓപ്പൺ ഇന്റർവെൽ, ക്ലോസ് ഇന്റർവെൽ, ഓപ്പൺ ക്ലോസ് ആൻഡ് ക്ലോസ് ഓപ്പൺ. ആ ബ്രാക്കറ്റുകൾ ശ്രദ്ധിച്ച് നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. ഇന്ന് തന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ വീഡിയോ ഒരിക്കൽ കൂടി കണ്ടിട്ട് വേറൊരു ബുക്കിൽ എഴുതി പഠിക്കണം കേട്ടാ. എന്നാലാണിത് മാത്സ് ഈസി ആവുള്ളൂ. അല്ലെങ്കിൽ മാത്സ് ചിലപ്പോൾ ശത്രുവായിട്ട് മാറും. ഓക്കെ, ഒരു ചെറിയ പോയിന്റ് കൂടി ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വെൻ ഡയഗ്രംസ്. എന്താണ് വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ? ചിത്രരൂപത്തിൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. ഇത് കണ്ടുപിടിച്ചത് ജോൺ വെൻ എന്ന ഇംഗ്ലീഷ് ലൊജീഷ്യനാണ്. ജോൺ വെൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് കൂടി ചേർത്തിട്ട് ഈ ഡയഗ്രംസിനെ എന്തെന്ന് പേര് പറയുന്നു? വെൻ ഡയഗ്രംസ് എന്ന് പറയുന്നു. ജോൺ വെൻ എന്ന ഇംഗ്ലീഷ് ലൊജീഷ്യനാണ് ചിത്രരൂപത്തിൽ, ചിത്രം വഴിക്ക് സെറ്റിനെ പ്രതിനിധാനം ചെയ്യാം എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഒരു കണക്ക് കണക്ക് ചെയ്താൽ പെട്ടെന്ന് ഇത് മനസ്സിലാവും. അതിൽ ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റ്. അതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചല്ലോ. യൂണിവേഴ്സൽ സെറ്റ് യു എന്നതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു റെക്റ്റാങ്കിൾ, വലിയൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. റെക്റ്റാങ്കിൾ സബ്സെറ്റുകളെ, അതിനുള്ളിലുള്ള സബ്സെറ്റുകളെ സർക്കിൾ വഴി വരയ്ക്കാം. നമുക്ക് ഒരു കണക്ക് ചെയ്താൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. യു ഈക്വൽ ടു 1 തൊട്ട് 10 വരെയുള്ള നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. എ ഈക്വൽസ്
ഈവൺ നമ്പേഴ്സാണ് എഴുതിയത് അല്ലേ. ഇനി ബി ഈക്വൽസ് 4 6 എഴുതിയിട്ടുണ്ട്. ഈ 3 സെറ്റുകളിൽ വെൻ ഡയഗ്രം വഴി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ആണ് ക്വസ്റ്റ്യൻ. റെപ്രസെന്റ് ദീസ് 3 സെറ്റ്സ് ഇൻ വെൻ ഡയഗ്രംസ് യൂസിങ് വെൻ ഡയഗ്രം. അപ്പോൾ അതിനെങ്ങനെയാണ് ചെയ്യുക? ഞാൻ ആദ്യം പറഞ്ഞു, യൂണിവേഴ്സൽ സെറ്റ് വലിയ സെറ്റിനെ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും. അതിൻ്റെ മുകളിലായിട്ട് യു എന്ന് എഴുതാം. യു. ഇനി ഈ സംഖ്യകളൊക്കെ നോക്കിയേ, എന്താണ് ഈ സംഖ്യകളൊക്കെ? ഇതൊക്കെ ഈവൺ നമ്പേഴ്സാണ്. ഈ കണക്കിലാണ് വന്നത് കേട്ടോ, വേറെ കണക്കിന് വേറെ വരാം. ഇവയ്ക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. 2 4 6 8 ഇവർക്ക് ഈവൺ നമ്പേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് 4 6 എന്നുകൊണ്ട് വേറൊരു സബ്സെറ്റ്. ഇതിൻ്റെ സബ്സെറ്റാണ് ഇത്. യുവിൻ്റെ സബ്സെറ്റാണ് എ, എയുടെ സബ്സെറ്റാണ് ബി. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഉള്ളിലാവണം. എയുടെ ഉള്ളിൽ വേറൊരു സർക്കിൾ വരച്ചിട്ട് 4 6 അടയപ്പെടുത്തണം. അപ്പോൾ ആദ്യം ഏറ്റവും ചെറുത് വരയ്ക്കുക. ഒരു സർക്കിളിന് അത്ര ഭംഗിയൊന്നും വേണ്ട. നമ്മൾ ചെറിയ ഹൈസ്കൂൾ സെക്ഷനിലൊക്കെ സർക്കിൾ വരയ്ക്കുമ്പോൾ കോമ്പസ് വെച്ചിട്ടൊക്കെ വരച്ചിട്ടുണ്ട്. വരച്ചാൽ നല്ലതാണ്, ഭംഗി ഉണ്ടാവുന്നു മാത്രം. ഇതിനിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ കൈ കൊണ്ട് ഒരു വട്ടം വരച്ചാൽ മതി. അപ്പോൾ 4 6 ഒരു കുത്തിട്. 4ൻ്റെ അവിടെ 4 എന്ന് പറയുന്ന പോയിന്റ് അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ 4 കുത്ത്. 6 പോയിന്റ് ചെയ്തു. ഇതാണ് ബി എന്ന സെറ്റാണ് ആദ്യം വരച്ചത്. പുറത്ത് ബി എന്ന് പേര് കൊടുക്കുക. ഇനി ബിയെ ഉൾക്കൊള്ളുന്ന വേറെ വലിയ ഒരു സൂപ്പർ സെറ്റ് ഉണ്ട്. അതാണ് എ. സർക്കിള് ഞാൻ പറഞ്ഞ പോലെ വലുതാവും അല്ല, നല്ല ഭംഗിയിൽ റേഡിയസ് ഒക്കെ ഇത് കൃത്യമായിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല, കൈകൊണ്ട് വരച്ചാൽ മതി. ഇനി അതിൽ ആരൊക്കെ ഉൾപ്പെടുക? എ എന്ന് പറയുന്ന സെറ്റിലെ ഇതാണ് എ. എൻ്റെ മുകളിലായിട്ട് എ എന്ന് കൊടുക്കുക. അതിലാരൊക്കെയാണ് ഉൾപ്പെടുക? ഈവൺ നമ്പേഴ്സാണ്. 2 4 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എഴുതണ ആവശ്യമുണ്ടോ? ഇല്ല. 2 4 6 8 ഇവിടെ 8. ഇനി 10 ഇവിടെ. ഇതാണ് എയിലുള്ള സെറ്റ്. എയിലുള്ള എല്ലാവരും വന്നൊന്ന് നോക്കിയേ. 2 4 6 8 10 എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ പെടാത്തവരൊക്കെ പുറത്തേക്കാക്കുക. ആരൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഓഡ് നമ്പേഴ്സാണ്. ഈ കണക്കിൽ 1 2 വന്നിട്ടുണ്ട്, 3 4 വന്നിട്ടുണ്ട്, 5 7 9 എവിടെ വേണമെങ്കിലും. അതായത് യുവിൻ്റെ ഉള്ളിലാവണം, പുറത്തേക്കാവരുത്. എന്നാൽ ഈവൺ നമ്പേഴ്സ് ഒന്നും ഏറെ ഉള്ളിലാവാൻ പാടില്ല. അങ്ങനെ വെച്ച് കണ്ടോ, എന്ത് പ്രതിനിധി കണ്ടോ, എന്ത് രസമായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചേക്കണു. നിന്ന് മനസ്സിലായി, യു ഒരു സൂപ്പർ സെറ്റാണ്, അതിൻ്റെ സബ്സെറ്റാണ് എ, അതിൻ്റെ ഈ സബ്സെറ്റാണ് ബി. കണ്ടോ, ഉള്ളിൽ അങ്ങനെ എഴുതി വെച്ചിരുന്നു. ഇങ്ങനെ ഇത് കണ്ടുപിടിച്ച ആളാണ് ജോൺ വെൽ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷനെ വെൻ ഡയഗ്രംസ് എന്ന് പേരിട്ടിരിക്കുന്നു. ഇനി നമുക്ക് വെൻ ഡയഗ്രംസിനെ പറ്റി കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. മനസ്സിലാവണില്ലേ? മാത്സായിട്ട് ഇഷ്ടം കൂടി തുടങ്ങിയില്ലേ? അപ്പോൾ അസൈൻമെൻറ്റ് സ്ക്രീനിൽ വരും.